ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. പേഴക്കാപ്പള്ളി സബൈൻ ആശുപത്രിയിലെ സെക്യൂരിറ്റി ഗാർഡുമാരെ മർദ്ദിച്ച പോലീസുകാരൻ അറസ്റ്റിൽ. പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പരിക്കേറ്റ സെക്യൂരിറ്റികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. പാർക്കിംഗ് അനുവദിച്ചില്ലെന്നാരോപിച്ച് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ചേർത്തല ചിറ്റേഴുത്തുവേലി ഷഫീഖാണ് കാർ പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കി നൽകിയില്ലെന്നാരോപിച്ച് ആശുപത്രിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചത്. ഇന്നലെ രാവിലെ 9:30 മൂവാറ്റുപുഴ സബൈൻ ആശുപത്രിയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ആക്രമണം അഴിച്ചുവിട്ടത്. പരിക്കേറ്റ ആശുപത്രിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പുനലൂർ സ്വദേശി സനിൽകുമാർ, വയനാട് സ്വദേശി VK അനീഷ് എന്നിവരെ കോലഞ്ചേരിയിലും മൂവാറ്റുപുഴയിലുമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞിന്റെ ചികിത്സയ്ക്കായാണ് ഷഫീഖ് ഇന്നലെ കാറിൽ ആശുപത്രിയിലെത്തിയത്. ആശുപത്രിയിലെ പ്രവേശന കവാടത്തിന് സമീപം തന്നെ കാർ പാർക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് തടഞ്ഞതാണ് പ്രകോപനം സൃഷ്ടിച്ചത്. കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ നിന്ന് സെക്യൂരിറ്റിയോട് യാതൊരു കാരണവുമില്ലാതെ ഇദ്ദേഹം കയറി സംസാരിക്കുന്നത് നിന്നെയൊക്കെ അടിക്കും, വെട്ടും, കുത്തും, ഈ ഒരു രീതിയിലെ സംഭാഷണം കേട്ടിട്ട് ഞങ്ങളുടെ സൂപ്പർവൈസറായിട്ടുള്ള വിപിൻ അവിടേക്ക് ഓടി വന്നു. സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഞാനും അങ്ങോട്ട് ചെന്നു. അപ്പോൾ വിപിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ വേണ്ട, ചേട്ടൻ അവിടെ പോയി നിന്നോളൂ. ഞാൻ പറഞ്ഞു, അല്ല വിപിനെ, എന്താണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വണ്ടിക്കകത്ത് നിന്ന് വിപിനോട് പറയുന്നു, അവനെന്താ എന്നെ അടിക്കാൻ വന്നതാണെന്നു, അവനെ ഇങ്ങ് വിട്, എന്നാ അടിക്കുന്നതെന്ന് കാണട്ടെ, എന്താടാ നിനക്ക് കുഴപ്പമെന്ന് പറയും. എൻ്റെ നേരെ ആക്രോശിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ അടിക്കാനൊന്നുമല്ല, നിങ്ങൾ ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അടിയൊന്നും നമ്മുടെ ഇതിലുള്ളതല്ല, കാരണം ഞങ്ങളാരും ഗുണ്ടകളല്ല. അപ്പോൾ ഇവൻ പറഞ്ഞ് പൊയ്ക്കോ ചേട്ടൊക്കെ പൊയ്ക്കോ. ഞാനിങ്ങ് ബാക്കിലേക്ക് മാറി വെച്ച് ഇദ്ദേഹം കുറേ അവിടെ കിടന്ന് അലച്ചതിന് ശേഷം വണ്ടി എടുത്ത് താഴെ പാർക്കിങ്ങിൽ, നമ്മുടെ ഔട്ട്സൈഡിലുള്ള പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയി. എന്നതിന് ശേഷം ഇദ്ദേഹം തിരിച്ചു നടന്നു കയറി വന്നിട്ട് എൻ്റെ സമീപം വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എനിക്കെന്താണ് കുഴപ്പം, നീ അടിക്കാൻ ഓടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആരെ അടിക്കാൻ ഓടി വന്നു? അവിടെ ഉച്ചത്തിലൊരു സംസാരം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് നമ്മുടെ സഹപ്രവർത്തകർ അവിടെ നിൽക്കുന്നു. അവരോട് ചോദിക്കാനായിട്ടാണ് ഞാൻ എന്താണ് വിഷയം എന്നുള്ളത്. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നെ തടഞ്ഞു. ഞാൻ ബാക്കിലേക്ക് പോയി. അല്ലാതെ ഞങ്ങൾക്ക് എന്താണ് നിങ്ങളെ അടിക്കേണ്ട കാര്യം? അല്ല, നീ അടിച്ചേ പറ്റൂ, നിനക്ക് എന്നെ അടിച്ചേ പറ്റൂ, എന്നാൽ നീ അടിക്കടാന്ന് അദ്ദേഹം എന്നെ പിടിച്ചു തള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ കൈ ചൂണ്ടി സംസാരിക്കല്ലേ ദയവ് ചെയ്ത്. കൈ ചൂണ്ടിയത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഈ 2 വിരൽ കൊണ്ട് എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കുത്ത്, ഈ താടിയുടെ അടിഭാഗത്ത് ഒറ്റ കുത്ത്. എന്നിട്ട് എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരടിയും കൂടെ. അപ്പോഴും ഞാനൊന്നും മിണ്ടില്ല. ഞാൻ പറഞ്ഞു, ചേട്ടൻ പോട്ടെ, ചേട്ടൻ പോ, അകത്ത് പോയി. അടിപിടിയും ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് നിൽക്കാതെ, നമുക്ക് താല്പര്യമില്ലാത്ത കേസാണ്. കാരണം ഞങ്ങളാരും ഇവിടുത്തെ ഗുണ്ടകളായിട്ട് ഞങ്ങളെ ഹോസ്പിറ്റലിൽ വർക്കിന് വെച്ചിട്ടില്ല. ഞങ്ങളെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾ സെക്യൂരിറ്റി ഗാർഡിനേക്കാൾ ഉപരിയായിട്ട് ഹെൽപ്പേഴ്സ് ആയിട്ടാണ് ഗാർഡായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു അടി ടീമല്ല. അതുകൊണ്ട് ഇവിടെ വിഷയം ഉണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ കയറി പോവുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കളഞ്ഞേക്കുക എന്നുവരെ ഞാൻ പറഞ്ഞു. എന്നിട്ടും ഇദ്ദേഹം എന്നെ പിടിച്ചു തള്ളുകയാണ് പലപ്പോഴും. സമീപത്തുള്ള മറ്റൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് വാഹനം മാറ്റണമെന്നാവശ്യപ്പെട്ടതോടെ ഇയാൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ ആശുപത്രി അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് എത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതിനു മുൻപും സമാനമായ വിധത്തിൽ പാർക്കിങ്ങിനെ ചൊല്ലി സുരക്ഷാ ജീവനക്കാരെ ഇയാൾ ആക്രമിച്ചിരുന്നതായി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സബേൻ ശിവദാസ് പറഞ്ഞു. കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്ന ദമ്പതികൾ, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കണ്ടുപിടിക്കുന്നതിനിടയിൽ തന്നെ വളരെ ക്ഷുഭിതനാവുകയും വളരെ മോശമായി രീതിയിൽ അസഭ്യം പറയുകയും പിന്നെ 2 സെക്യൂരിറ്റിക്കാരെ വളരെ സിവിയറായിട്ട് മർദ്ദിക്കുകയും ഉണ്ടായി. അപ്പോൾ തന്നെ അദ്ദേഹം PRO ഓഫീസിൽ ബന്ധപ്പെട്ടു, സെക്യൂരിറ്റിക്കാർ. അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും 112 വിളിച്ച് പറയുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് വരികയും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ഇവിടുന്ന് കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്തു. പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഒരു പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും പോലീസുകാർ നല്ല രീതിയിൽ ഇടപെട്ടു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നമുക്കെല്ലാ പ്രൊട്ടക്ഷനും തന്നു.
ഇവിടുത്തെ നമ്മൾ സ്റ്റാഫിനൊക്കെ ഇപ്പോൾ ഒരു ധൈര്യം വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ പോലീസിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ. ഈ പരിക്കേറ്റ സെക്യൂരിറ്റിക്കാരന് ഒരാൾക്ക് തലയിലാണ് അടികൊണ്ടത്. അദ്ദേഹത്തിനെ കോഴഞ്ചേരി മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അതിനുശേഷം ബാക്കി എന്താ തീരുമാനം അവിടുത്തെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യും. മറ്റേ ആളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. പുള്ളിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ബാക്കി എനിക്ക് ഇൻഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതായാലും ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധരെ നമ്മൾ ഹോസ്പിറ്റലിലും എല്ലാ ഹോസ്പിറ്റലിലെ അധികൃതരും കർശനമായി തന്നെ നേരിടാൻ തന്നെയാണ് തീരുമാനം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ.